ഹായ് നമസ്കാരം, സുധിനാണ്. ഞങ്ങളിന്നുള്ളത് അരീക്കോട്. ബാക്ക്ഗ്രൗണ്ടിൽ കണ്ട നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടാണ്. അരീക്കോടിനും മുക്കത്തിനും ഇടയ്ക്കുള്ള ഒരു സൈറ്റാണുള്ളത്. ചെയിൻ ലിങ്ക് ഫെൻസിങ്ങിൻ്റെ സൈറ്റിലാണ്. ഈ ഒരു കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടി മൊത്തമായിട്ടില്ല, ഏകദേശം ഒരു മൂന്ന് ഭാഗം കംപ്ലീറ്റ് ആയിട്ടുള്ള ഫെൻസിങ് ആണ്. ഇവിടെ ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത് കുറച്ച് ഭാഗം GI പൈപ്പും അതുപോലെ തന്നെ കുറച്ച് ഭാഗം കോൺക്രീറ്റ് കാലുമാണ് ചെയ്തിട്ടുള്ളത്. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ ഇവിടെ ഈ ഒരു സൈഡ് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ബൗണ്ടറി എന്ന് പറയുന്നത് കുറച്ച് കാടും കനകളെല്ലാം പിടിച്ചെടുക്കുന്ന സൈറ്റാണ്. ബാക്ക് ഭാഗം ഇവിടെ ഈ പ്രോപ്പർട്ടിക്കുള്ളൊരു വഴിയുണ്ട്, ബാക്കി രണ്ട് സൈഡ് വഴിയാണ്. സോ അതുകൊണ്ടാണ് അവിടെ GI പൈപ്പും ഇവിടെ കോൺക്രീറ്റ് കാലും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ എന്താ എങ്ങനെ വെച്ചാൽ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. എനിവേ പിന്നെ നമ്മൾ ഏകദേശം 200 മീറ്ററാണ് ഇവിടുത്തെ ഏരിയ വരുന്നത്. നമ്മളിവിടെ 5 അടി ഹൈറ്റും 4 അടി ഹൈറ്റും ചെയിൻ ലിങ്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ റീസെൻ്റ്ലി പത്തനംതിട്ടത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ സ്പെസിഫിക്കേഷൻ. അവിടെ GI പൈപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ GI പൈപ്പും കോൺക്രീറ്റ് കാലും ഉണ്ട്. അവിടെ സ്ക്വയർ പൈപ്പായിരുന്നു കാല് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇവിടെ റൗണ്ട് പൈപ്പാണ് കൊടുത്തതെന്ന് മാത്രം. പിന്നെ ഈ സ്ക്വയർ പൈപ്പും റൗണ്ട് പൈപ്പും മാറ്റി കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമുക്ക് പല ഭാഗങ്ങളിലും നമ്മൾ നിയർ ബൈ ടാറ്റയുടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഡീലറിൽ നിന്നാണ് നമ്മൾ പൈപ്പ് കാര്യങ്ങളെല്ലാം എടുക്കാറ്. അതുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് മിക്കവാറും സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് അവിടുത്തെ നിയർ ബൈ ഡീലറടുത്ത് ഏതാണോ സ്റ്റോക്ക് ഉള്ളത് അതാണ് നമ്മൾ എടുക്കാറ്. ഇപ്പോൾ രണ്ടാണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യാറ് റൗണ്ട് പൈപ്പാണ്. പക്ഷേ ഏതാണോ നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് അതാണ് നമ്മൾ മിക്കവാറും റെക്കമെൻഡ് ചെയ്യാറും ചെയ്ത് കൊടുക്കാറുള്ളത്. എനിവേ അങ്ങനെ ഇത് ഇവിടുത്തെ സൈറ്റിൽ ഞാൻ പറഞ്ഞല്ലോ, മലപ്പുറം ജില്ലയാണ്. അരീക്കോടിനും മുക്കത്തിനും ഇടയ്ക്കുള്ളൊരു സൈറ്റിലാണ് ഉള്ളത്. അവിടെയാണ് സ്ഥലം, നമ്മുടെ സൈറ്റിൽ സ്ഥലം വരുന്നത്. ഇവിടുത്തെ സൈറ്റ് വിസിറ്റിങ് കാര്യങ്ങളൊക്കെ പറയുകയാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു 2 മാസം മുന്നേ ക്ലൈൻറ്റ് നമ്മൾ കോൺടാക്ട് ചെയ്തായിരുന്നു. അന്ന് കോൺടാക്ട് ചെയ്തിട്ട് കുറച്ച് ഡിലേ വരുത്തിയിട്ടുണ്ടായിരുന്നു. കാരണം പുള്ളി എനിക്ക് തോന്നുന്നു ഇവിടെ റബ്ബർ ഉണ്ടായിരുന്നു, റബ്ബറൊക്കെ വെട്ടി ഒഴിവാകാനോ കുറച്ച് ടൈം എടുത്തു. ശേഷം അന്ന് കോൺടാക്ട് ചെയ്ത് നമ്മൾ റേറ്റ് എല്ലാം ഷെയർ ചെയ്തായിരുന്നു. പെട്ടെന്ന് വിളിച്ചതാണ്, കഴിഞ്ഞ ആഴ്ച വിളിച്ചതാണ്. വിളിച്ചിട്ട് നമ്മുടെ അടുത്ത് സൈറ്റ് വന്ന് നോക്കാൻ പറഞ്ഞു, വന്നു അളവെടുത്തു. നമുക്ക് അന്ന് തന്നെ കൺഫർമേഷൻ തന്നു കേട്ടോ. സൈറ്റിൽ വന്ന ദിവസം തന്നെ കൺഫർമേഷൻ തന്നു. ഈ GI പൈപ്പും കൂടെ ഉണ്ടാവുകൊണ്ട് നമ്മൾ ഒരു ദിവസം വെൽഡേഴ്സിനും കൂടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ക്രൂ മൊത്തത്തിലുണ്ടായിരുന്നു. അതായത് ഫെൻസിങ്ങിൻ്റെ ക്രൂവും അതുപോലെ വെൽഡിങ്ങിൻ്റെ ക്രൂവും മൊത്തത്തിലുണ്ടായിരുന്നു. 2 ടീമും കൂടെ വന്നിട്ടാണ് ഒരു ദിവസം പൈപ്പ് കട്ട് ചെയ്തിട്ട് കോൺക്രീറ്റിങ് കാര്യങ്ങളെല്ലാം കഴിച്ചത്. എനിക്ക് തോന്നുന്നു കോൺക്രീറ്റ് കാലിൻ്റെ ഒരു 80% വർക്ക് ചെയ്യാന്ന്, കാല് ഉറപ്പിക്കുന്ന 80% വർക്ക് ചെയ്യാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അന്ന് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഡിലേ ആയി. സോ അന്ന് ഒക്കെ ഇന്ന് രാവിലെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഉച്ചയായി. നമുക്ക് ഏകദേശം കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. കാരണം ഇനിയൊരു 10-50 മീറ്ററും കൂടെ നമുക്ക് ചെയ്യാനുള്ളൂ. ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും ഫിനിഷിങ് വർക്കടക്കം നമ്മൾ കെട്ട് അടക്കം കെട്ടിൽ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് സൈറ്റിലെ എൻക്വയറി വന്നതും അതുപോലെ വർക്ക് ചെയ്തതിൻ്റെയും ഡീറ്റെയിൽസ്. ഇനി നമുക്ക് സ്പെസിഫിക്കേഷനിലേക്ക് കിടക്കുകയാണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ടാറ്റ വയറോണിൽ വരുന്ന 3 ഇഞ്ച് കള്ളികലത്തിലുള്ള 12 kg വയർ തിക്നെസ് ഉള്ള ചെയിൻ ലിങ്ക് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ ആയുഷാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ ആയുഷ് കസ്റ്റമർക്ക് പ്രത്യേകം റെക്കമെൻഡ് ചെയ്തിട്ട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. കാരണം പുള്ളിക്ക് കുറച്ച് ലോങ് ലാസ്റ്റിങ് വേണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഈ ആയുഷിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ 5 അടി ഹൈറ്റ് ഈ ഒരു 2 സൈഡും മുൻഭാഗത്ത് വരുന്ന ഫൗണ്ടേഷൻ വരുന്ന ഭാഗത്ത് 4 അടി ഹൈറ്റ് കോൺക്രീറ്റ് കാലിലുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹൈറ്റ് ഇപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ പത്തനംതിട്ടത്തെ വീഡിയോ തന്നെ 5 അടി ഹൈറ്റ് സെയിം സ്പെക്കാണ്. 5 അടി ഹൈറ്റിൽ 3 ഇഞ്ച് 12 kg ആയുഷിൻ്റെ മെറ്റീരിയൽ ചെയ്ത സമയത്ത് ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ആയുഷിൻ്റെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. നമ്മളെന്ന് വെച്ചാൽ ഒരുപാട് റിപ്പീറ്റേഷൻ വേണ്ട എന്ന് കരുതിയിട്ടാണ് ഇത് വീണ്ടും എടുത്ത് പറയാത്തത്. എന്നാലും ചോദിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറയാം. ആയുഷ് എന്ന് പറയുന്നത് ടാറ്റയുടെ ഒരു പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന പ്രൊഡക്റ്റാണ്. അതായത് ചെയിൻ ലിങ്കിൽ വരുന്നതിൽ ഏറ്റവും പ്രീമിയം ക്വാളിറ്റി വരുന്ന പ്രൊഡക്റ്റാണ് ആയുഷ് എന്ന് പറയുന്നത്. അത് നമ്മുടെ നോർമൽ GI ആണെന്ന് വെച്ചാലും ആയുഷാണെങ്കിലും നമുക്ക് ഒരേ സൈസിലും ഏത് കള്ളിയകലത്തിലും വയർ തിക്നെസ് എല്ലാം ഹൈറ്റ് എല്ലാം നമുക്ക് സെയിം ആണ്. മെറ്റീരിയലിൽ വരുന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ എന്താണ് നോർമൽ GI ആയുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസം വരുന്നത് ഇതിൻ്റെ മുകളിൽ വരുന്ന കോട്ടിംഗ് ആണ്. നോർമൽ GI എന്ന് പറയുന്നത് ഏകദേശം 60 GSM കവറിങ് വരുന്ന ഗാൽവനൈസ്ഡ് ആയിട്ട് വരുന്ന പ്രൊഡക്റ്റിനെയാണ് നോർമൽ GI എന്ന് പറയുക. അത് നോർമലി നമുക്കൊരു 10-25 വർഷം എന്തായാലും ലൈഫ് കിട്ടുന്ന മെറ്റീരിയലാണ് നോർമൽ GI. ഒരുപാട് കാലങ്ങളായിട്ട് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെറ്റീരിയലും കൂടെയാണ് നോർമൽ GI. എന്നാൽ ആയുഷിലേക്ക് മാറുമ്പോൾ ടാറ്റ തന്നെ നേരിട്ട് ഇന്നോവേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോട്ടിംഗ് ആണ് ഇതിൻ്റെ മുകളിൽ കൊടുക്കുന്നത്. GIക്ക് പകരം വരുന്ന ടാഷയിൽ 1000 എന്ന് പറയുന്നൊരു കോട്ടിംഗ് ആണ് ആയുഷിൻ്റെ മുകളിൽ വരുന്നത്. ടാറ്റ വയറോൺ അവകാശപ്പെടുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നോർമൽ GIയേക്കാൾ ഡബിൾ ലൈഫ് കിട്ടും എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു സാൾട്ട് ടെസ്റ്റ്, അതായത് ഇതിൻ്റെ ലൈഫ് നോക്കുന്ന ടെസ്റ്റുകൾ കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ട് പാസ് ഔട്ട് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കൂടെയാണ്. പക്ഷേ നമ്മുടെ നോർമലി പ്രാക്ടിക്കലായിട്ടുള്ള സൈറ്റിലേക്ക് വരുമ്പോൾ നമുക്കെന്താ വെച്ചാൽ ഒരുപാട് കംപ്ലയിൻറ്റ്സ്, അതായത് പുതുതായിട്ട് വരുന്ന പ്രൊഡക്റ്റിൻ്റെ കംപ്ലയിൻ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു പ്രൊഡക്റ്റിന് കുറച്ച് കംപ്ലയിൻറ്റുകൾ അധികം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഫ്യൂച്ചറിൽ അത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരും. അത് നമ്മൾ ടൈം എടുക്കും. ഏതൊരു പ്രൊഡക്റ്റ് ഇറങ്ങുമ്പോഴും അങ്ങനെയാണല്ലോ, നമുക്ക് ഒറ്റയടിക്ക് അങ്ങോട്ട് സക്സസ് ആവില്ലല്ലോ. അപ്പോൾ അതിൻ്റെ പുതിയ ഇന്നോവേഷൻസ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. എന്തായാലും സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന അത്ര കംപ്ലയിൻറ്റ്സോ കാര്യങ്ങളോ ഇപ്പോൾ വരാറില്ല.
നമ്മളിപ്പോൾ ആയുഷും അതുപോലെ നോർമലും നമ്മൾ കസ്റ്റമേഴ്സിന് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്തിട്ട് എനിക്ക് തോന്നുന്നു റേറ്റിലും കുറച്ച് വ്യത്യാസങ്ങൾ വരും. ആയുഷും നോർമലും തമ്മിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊരു റേറ്റ് വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ട് കസ്റ്റമർക്ക് ഏതാണോ ആവശ്യം അതിലേക്ക് നമ്മൾ കസ്റ്റമറെ എത്തിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ വീണ്ടും നമ്മുടെ ആയുഷിൻ്റെ കാര്യം കഴിഞ്ഞു, വീണ്ടും മറ്റുള്ള കാര്യങ്ങളിലേക്ക് തന്നെ വരാം. അതായത് അങ്ങനെ നമ്മൾ ഇന്നത്തോടുകൂടി വർക്ക് തീർക്കാൻ പോവുകയാണ്. നിങ്ങൾക്കും ഇതുപോലത്തെ റിക്വയർമെൻ്റ് ഉണ്ടെങ്കിൽ അറിയിക്കാം. തീർച്ചയായിട്ടും നമ്മളാവുന്ന ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്കും വർക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കാം. കാരണം നമുക്ക് കേരളത്തിലെ ഏത് ജില്ലകളിലാണെങ്കിലും കൃത്യമായിട്ട് വർക്ക് ചെയ്യാനുള്ള ക്രൂ നമ്മുടെ കയ്യിലുണ്ട്. അത് എത്ര ടൈമിനുള്ളിൽ എത്ര സ്പീഡായിട്ട് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെറിയ വർക്കാണെങ്കിലും വലിയ വർക്കാണെങ്കിലും നമുക്ക് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി നമുക്കുണ്ട്. ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടല്ലോ, അതിമനോഹരമായിട്ടുള്ള സൈറ്റാണ്. കാരണം ഇവിടുന്ന് അങ്ങോട്ട് സ്ലോപ്പാണ്, നല്ല ഭംഗിയായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ ക്ലൈൻറ്റ് ഇത് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നത് പ്ലോട്ടിൽ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമല്ല. പന്നിശല്യം അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. ഡെവലപ്പ് ചെയ്തിട്ട് തെങ്ങ്, കവുങ്ങ് അങ്ങനത്തെ കുറച്ച് കൃഷികൾ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത്. നമുക്ക് ക്ലൈൻറ്റ് ഇവിടെ ഉണ്ട്, അറിയില്ല. നമ്മൾ എല്ലാ ഭാഗത്തും എല്ലാ സൈറ്റിലും പോകുന്ന സമയത്ത് വിചാരിക്കാറുണ്ട് ക്ലൈൻറ്റിൻ്റെ റിവ്യൂസിനും കൂടെ ആഡ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ മിക്കവാറും വർക്ക് കഴിയുമ്പോഴേക്കും ഒന്നെങ്കിൽ നൈറ്റാവും, അല്ലെങ്കിൽ നമുക്ക് ക്ലൈൻറ്റ് വേറെ ഏതെങ്കിലും വഴിക്ക് പോകും. അതുകൊണ്ട് നമുക്ക് കിട്ടാറില്ല. പിന്നെ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം സൈറ്റിൽ പോകാത്തതുകൊണ്ട് നമുക്ക് എടുക്കാൻ കഴിയാറില്ല. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് സൈറ്റിലെ കാര്യങ്ങൾ. നിങ്ങൾക്കും ഇതുപോലത്തെ എന്തെങ്കിലും റിക്വയർമെൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. ഫാമിലി ഫ്രണ്ട്സിനൊക്കെ അത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫോൺ കോൾ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മളെ ജസ്റ്റ് ഒന്ന് ഡയൽ ചെയ്തിട്ട് നമ്മുടെ അടുത്ത് നിങ്ങളുടെ റിക്വയർമെൻറ്റ് എത്ര സെൻറ്റ് സ്ഥലമാണെന്നുള്ളതും എത്ര ഹൈറ്റാണ് വേണ്ടത്, എന്ത് പർപ്പസിനാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഒരു അപ്രോക്സിമേറ്റ് റേറ്റ് ഇടാൻ പറ്റും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 50 സെൻറ്റ് സ്ഥലമാണ്, 5 അടി ഹൈറ്റിൽ പന്നിശല്യത്തിനാണ് അല്ലെങ്കിൽ ആൾക്കാർ കയറാതിരിക്കാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു മെറ്റീരിയൽ സജസ്റ്റ് ചെയ്യാനും പറ്റും. ഏകദേശം 50 സെൻറ്റ് ചെയ്യുമ്പോൾ ഏകദേശം എത്ര റേറ്റ് വരും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും. തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റിൻ്റെ എത്രയാണ് ആക്ച്വലായിട്ട് വരുന്ന ഒരു കൊട്ടേഷൻ നിങ്ങൾക്ക് കിട്ടും. എന്നതിന് ശേഷം നിങ്ങൾക്കത് കൺവീനിയൻ്റ് ആണ്, ആ ഒരു എമൗണ്ട് കൺവീനിയൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ സൈറ്റിൽ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള മെഷർമെൻറ്റെല്ലാം എടുത്തിട്ട് ആക്ച്വൽ കോസ്റ്റും പറഞ്ഞുതരും. അത് പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് എമർജൻസി ആണ് വർക്ക് എന്നുണ്ടെങ്കിൽ ഒരു വിത്തിൻ 2 or 3 ഡേയ്സിനുള്ളിൽ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി റെഡിയാണ്. സോ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇതുപോലത്തെ റിക്വയർമെൻറ്റ് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു സൈറ്റും മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ. അപ്പോൾ നമ്മളെന്നുള്ളത് ജോസഫ് സാറിൻ്റെ കൂടെയാണ്. അപ്പോൾ ഗേറ്റ് അടച്ചിട്ട് നമ്മൾ താക്കോൽ കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഫെൻസിങ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് സാറേ. അപ്പോൾ ഞങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മറ്റുള്ള കസ്റ്റമേഴ്സിലേക്കും കൂടി അത് എത്തിക്കായിരുന്നു. അപ്പം എൻ്റെ ഒരേക്കർ സ്ഥലത്ത് ലിങ്ക് ഫെൻസ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ സ്ഥാപനം മലപ്പുറത്ത് നടത്തുന്നതാണ്. മലപ്പുറത്താണ് സ്ഥാപനം. അവർ വളരെ ഭംഗിയായിട്ട് നമ്മുടെ സ്ഥലത്ത് ഫെൻസിങ്ങും അതുപോലെ ഗേറ്റ് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരെപ്പറ്റി ആദ്യം ആണ് അവർ വർക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത്. ഏതായാലും എനിക്ക് വളരെ തൃപ്തികരമായ രീതിയിലാണ് വളരെ ഭംഗിയായിട്ട് അവർ വർക്ക് പറഞ്ഞ സമയത്ത് തന്നെ ചെയ്തു തീർത്തു. അപ്പം അവർക്ക് എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. വീണ്ടും ധാരാളം വർക്കുകൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലും മെയിൻ്റനൻസോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ സാർ തീർച്ചയായിട്ടും വിളിക്കുക. ആയിക്കോട്ടെ, ഞാൻ വിളിക്കാം. ഒരു നമുക്ക് ചെറിയ മെയിൻ്റനൻസ് ഒക്കെ ആണെന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും വർക്ക് വരുന്നതിന് കൂടുതൽ ഞങ്ങൾ ക്ലബ് ചെയ്തിട്ട് ചെയ്യുന്നോളാം. ഇനി സാറിന് അർജൻറ്റായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചെയ്യാം. കാരണം സാർ പന്നിശല്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ദിവസം എവിടെയെങ്കിലും മുടങ്ങിക്കഴിഞ്ഞാൽ അടക്കം അവർ കയറി കഴിഞ്ഞാൽ നമുക്ക് അതിന് കാര്യമില്ലാതെയാവും. അതുകൊണ്ട് സാർ എന്തായാലും തീർച്ചയായിട്ടും എന്തെങ്കിലും ബുദ്ധിമുട്ടോ നമുക്ക് വീണ്ടും തീർച്ചയായിട്ടും വിളിക്കുക. അല്ലാതെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ സാർ തീർച്ചയായിട്ടും വിളിക്കുക. തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്തിരിക്കും. അപ്പോൾ ഇങ്ങനെ അവസരം തന്നതിന് താങ്ക് യു. ഓക്കെ, നിങ്ങളുടെ വർക്ക് ഒത്തിരി താല്പര്യമുണ്ട്. നല്ല ഭംഗിയായിട്ട് ചെയ്തതിൽ ഞാനും സന്തോഷവാനാണ്. താങ്ക് യു.